ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പച്ചക്കറി ചെടികളും നല്ല രീതിയിൽ തന്നെ കായ്ച്ച് നിറഞ്ഞു നിൽക്കാനായിട്ട് ആദ്യം തന്നെ ചെടി നല്ല രീതിയിൽ കരുത്തോടു കൂടി വളരുകയാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്ക് പച്ച ചാണകത്തിന് പകരമായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സ്ലറിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക. പച്ച ചാണകം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പച്ചക്കറികളൊക്കെ തന്നെ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നട്ടിട്ടുള്ള എല്ലാ ചെടികൾക്കും ഈ ഒരു സ്ലറി ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നട്ട ചെടികൾ തൊട്ട്, അതായത് ഒരു 4 ഇല പരുവത്തിലുള്ള ചെടികൾ തൊട്ട് വലിയ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ ചെടികൾ വരെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ മുരിങ്ങയിലയാണ്. അപ്പോൾ ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയില. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം ഗുണങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ അധികമായിട്ട് കാൽഷ്യം അതുപോലെ തന്നെ ഇരുമ്പ് സത്തൊക്കെ കൂടുതൽ നമ്മുടെ ഈ ഒരു മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ്റെ കണ്ടൻറ്റൊക്കെ നല്ല പോലെ ഉള്ളത് കാരണം നമ്മളെ ചെടികൾക്കും ഇത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എങ്ങനെയാണ് സ്ലറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബക്കറ്റിൽ ഞാനിതിനെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഈ ഇല അല്പം ഏകദേശം ഒരാഴ്ച വെച്ചാൽ തന്നെ നല്ലൊരു സ്ലറി ആയിട്ട് കിട്ടും. ഞാനിവിടെ ഏകദേശം ഒരു 10-20 ദിവസമായിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒരു സ്ലറി ആയിട്ട് നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, അതിന് നിറം കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല കറുത്ത ഡാർക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി ഇത് ഒരിക്കലും നമ്മൾ നേരിട്ട് കൊണ്ടിട്ട് ചെടികൾക്ക് ഒഴിക്കാൻ പാടുള്ളതല്ല. നമ്മളതിലേക്ക് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ്. അപ്പം ഞാനിത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്കതിന് ഇരട്ടി ഗുണം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം. ഞാൻ സാധാരണ നമ്മളെ ചെടികൾക്ക് നമ്മൾ തൊടിയിൽ കളയാതെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ എടുത്തു വെക്കാറുള്ളതാണ്. അപ്പോൾ അത് ഞാൻ നേർപ്പിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കഞ്ഞിവെള്ളമാണ് ഞാൻ ഈ ഒരു സ്ലറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം അത് നല്ല രീതിയിൽ തന്നെ ഞാൻ ഡയലൂട്ട് ചെയ്തെടുക്കണം. കുറഞ്ഞത് നിങ്ങൾ ഒരു 5 ഇരട്ടി വെള്ളമെങ്കിലും ആഡ് ചെയ്ത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് ചെടിയിൽ ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ പൂക്കളൊക്കെ വന്ന ചെടികളാണ് എന്നുണ്ടെങ്കിൽ അല്പം ചാരം കൂടി നമുക്കിതിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതിൽ ചാരം ഒന്നും മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ സമയത്ത് ചാരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റും കൂടി കൂടുതൽ നമ്മളെ ചെടികൾക്കൊക്കെ കിട്ടുന്നതുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചെടികൾക്കും മുളക് ചെടികൾക്കും വഴുതന ചെടികൾക്കും ഒക്കെ തന്നെ വളർന്നു വരുന്ന ചെടികൾക്ക് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 കോസ്റ്റിൽ യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് നല്ല വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ കമൻറ്റ് അറിയിക്കാനും ഒന്നും തന്നെ മറക്കരുത് കേട്ടോ. അപ്പം ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ ജൈവ രീതിയിലുള്ള നല്ലൊരു തക്കാളി കൃഷി രീതിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ വഴുതന ചെടികൾക്കും വെണ്ട ചെടികൾക്കും എല്ലാവിധ പച്ചക്കറി ചെടികൾക്കും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളെ വളർന്നു വരുന്ന എല്ലാ ചെടികൾക്കും കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.